ക്രൂശുമരണത്തെക്കുറിച്ചും കഷ്ടപ്പാടിനെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവ് ഉയർപ്പിനെ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണല്ലോ. വിളമ്പൽ യെരൂശലേം മാർത്തോമാ പള്ളിയിൽ ഞാൻ 3-ാം പ്രാവശ്യമാണ് വരുന്നത്. ഈ പള്ളിയുടെ പുതിയ പള്ളിയുടെ കൂദാശയ്ക്ക് വന്നു. ഇവിടെ വിവാഹത്തിനെ സംബന്ധിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. ഈശോ ദിവസം ഇപ്രകാരം അവസരം നൽകിയതിൽ എൻ്റെ സ്നേഹിതൻ കൂട്ടുകാരൻ കൂടിയായ ഗീവർഗീസ് തോമസച്ചനുള്ള നന്ദിയും സന്തോഷവും ഈ സമയത്ത് പ്രകാശിപ്പിക്കും. ഈ ഭദ്രാസനത്തിൽ നല്ല ഒരു ഇടവകയും വലിയൊരു പള്ളിയുമാണ് യെരൂശലേം പള്ളി. അകത്ത് താഴെയും മുകളിലുമായിട്ട് ഇരിക്കുവാൻ ഒത്തിരി സംവിധാനമുള്ള നല്ല ഒരു പള്ളി. തോമസ് മാത്യു അച്ഛൻ്റെ വളരെ ഭാവനയൊക്കെ ഇതിനകത്തുണ്ട്. അന്നത്തെ പറയുകയുണ്ടായി, ഉദാശ സമയത്ത് പറയുകയുണ്ടായി. അച്ഛൻ ഇവിടുന്ന് പോയ സ്ഥലത്ത് ഒരു പള്ളിയൊക്കെ പണിതു. പല സ്ഥലങ്ങളിലും അച്ഛൻ പണിയുന്നുണ്ട്. ചെങ്ങനാട് പള്ളിയൊക്കെ അച്ഛൻ്റെ ഭാവനയിലുള്ളതാണ്. സന്തോഷം. ഇന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സ്മരണ കൊണ്ടാടുന്ന ദിവസമാണ്. അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. സുവിശേഷങ്ങളുടെ അവസാന അധ്യായങ്ങളുടെ 6-ാം വാക്യം അതാണ് പറയുന്നത്. മർക്കോസ് 16:6, മത്തായി 28:6, ലൂക്കോസ് 24:6. അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വളരെ പ്രത്യാശാനിർഭരമായ ഒരു വചനമാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഈസ് റിസൺ എന്നുള്ള ധൈര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെ വചനമാണ് നമുക്ക് കർത്താവിൻ്റെ മിനിസ്ട്രി, കർത്താവിൻ്റെ ജീവിതത്തിൽ അവസാനമായിട്ട് കേൾക്കാൻ കഴിയും. ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം കല്ലറ കാണാൻ പോയതായ സ്ത്രീകൾക്ക് ആദ്യമായി കിട്ടുന്ന സന്ദേശമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എന്താ? അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായ വചനം. കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ തെളിവുകൾ വളരെയേറെയുണ്ട്. ഒന്ന് ദൃക്സാക്ഷികളുടെ സാക്ഷ്യമാണ്. അതിൽ ദൂതനാണ് കർത്താവിന് ഉയർപ്പ് കണ്ടത്. ആ ദൂതനാണ് ഈ സ്ത്രീകളോട് പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കുന്ന ഈ കർത്താവ് ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്നതായ ദൂതൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ സ്ത്രീകളുടെ സാക്ഷ്യം, ഈ സ്ത്രീകളാണ് പോയി പറയുന്നത് കർത്താവ് ഉയർത്തുന്നിട്ടു എന്ന് പറയുന്നത്, ശിഷ്യന്മാരോട് പറയുന്നത്. അവരാദ്യം വിശ്വസിച്ചില്ല എന്ന് നമ്മൾ ഏതെങ്കിലും വായിച്ച് കേൾക്കുകയുണ്ടായി. ശിഷ്യന്മാരത് വിശ്വസിച്ചില്ല. പിന്നെ പോയി ഒഴിഞ്ഞ കല്ലറയെ കണ്ടപ്പോഴാണ് അവർക്ക് വിശ്വാസം വന്നതെന്നും നമ്മുടെ സുവിശേഷത്തിൽ വായിക്കുന്നു. പിന്നുള്ള തെളിവെന്ന് പറയുന്നത് യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടലാണ്. കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ടവരായ യേശു കർത്താവ് പല സന്ദർഭങ്ങളിലായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെടലിലൂടെ യേശു വീണ്ടും ജീവിച്ചു എന്ന് വെളിപ്പെടുത്തുകയാണ്, പുനരുത്ഥാനം ചെയ്തു എന്ന് വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. സ്ത്രീയെ, നീ കരയുന്നത് എന്താണ്? എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി, ആരോ എടുത്തുകൊണ്ട് പോയി, എവിടെ വെച്ചെന്ന് പറഞ്ഞു തരണമേ എന്നൊക്കെ പറയുന്നതായ യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ വ്യാഖ്യാനം നമുക്ക് വായിക്കുമ്പോൾ കുറേ വൈകാരികമായി തോന്നാറുണ്ട്. അപ്പോഴാണ് യേശു കർത്താവ് മറിയെ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത്. മറുപടിയായി റബോനി എന്ന മറിയെയും അഭിസംബോധന ചെയ്യുകയാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ കർത്താവ് ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന സംഗതികളാണ്. ഇന്ന് വൈകുന്നേരം ശിഷ്യന്മാരൊക്കെ ഭയപ്പെട്ട് മുറിയിൽ എല്ലാ വാതിലും ജനലൊക്കെ അടച്ച് ഭയത്തോടെ കാത്തിരിക്കുമ്പോൾ നടുവിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന യേശു കർത്താവിനെ കാണുന്നുണ്ട്. 10 ശിഷ്യന്മാരുണ്ടായിരുന്ന ആ സമയത്ത് കൂട്ടം.
അക്കൂട്ടത്തിൽ തോമസ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഈ ശിഷ്യന്മാർ തോമസിനോട് പറഞ്ഞു, ഞാൻ അവൻ്റെ മുറിവ് കാണുകയും അവൻ വിലാപത്തിൽ കൈയിടുകയും ചെയ്താൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഇന്ത്യയുടെ അപ്പോസ്തലനായ തോമസിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി തോമസും കൂടെ ഉള്ളപ്പോൾ അടുത്ത ഞായറാഴ്ച 8 ദിവസം കഴിഞ്ഞപ്പോൾ അവരൊരുമിച്ച് കൂടുന്നു. വീണ്ടും കർത്താവ് നടുവിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. തോമസ് വിശ്വസിച്ചു. എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്നുള്ള വലിയ വിശ്വാസ പ്രഖ്യാപനം നമ്മുടെ അപ്പോസ്തലൻ നടത്തുന്നതായിട്ട് നമുക്ക് ഈ യോഹന്നാൻ 20:28 ഭാഗത്തിൽ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ യേശുവിനെ കാണുന്നത് പിന്മാറ്റക്കാരൻ 7 ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി. അവരുടെ ഒന്നും കിട്ടാത്ത നിരാശകരമായ അനുഭവത്തിന് നടുവിലും വെളുപ്പാങ്കാലത്ത് കടലിലൂടെ നടന്നു വന്ന് കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ ചോദിക്കും. ആ സംഭവം അറിയാം. അവർക്കും പ്രത്യക്ഷപ്പെട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി അവരെ കരുതുന്ന ഒരു കർത്താവിനെ ആ ഭാഗത്ത് കാണും. പിന്നെ ഒത്തിരി പേർക്ക് 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവസാനം എനിക്കും പ്രത്യക്ഷപ്പെട്ടെന്ന് പൗലോസ് പറയുന്നു. അങ്ങനെ കർത്താവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തെ സ്ഥിരീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, പിന്നെയോ ജീവിച്ചിരിക്കുന്ന ദൈവമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കറിയാം, യേശുവിൻ്റെ മരണം കൊണ്ട് ഒരു കുറ്റവാളിക്ക് എന്നേക്കുമായുള്ള ജാമ്യം കിട്ടി. പിന്നെ ജയിലിൽ പോണ്ട. ബറബാസ് യേശുവിൻ്റെ മരണം കൊണ്ടാണ് അത് സാധിച്ചത്. നിങ്ങൾക്ക് ആരെ വേണം? ഞാനാരെ വിട്ടുതരണം? നിരപരാധിയായ ഈ യേശു ക്രിസ്തുവിനെ വിട്ടുതരണമോ കുറ്റവാളിയായ ബറബാസിനെ വിട്ടുതരണം? പുരോഹിതന്മാരും തിരുമേനിമാരൊക്കെ ആയിരിക്കും. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യഹൂദന്മാരൊക്കെ ആവശ്യപ്പെട്ടു ബറബാസിനെ ജാമ്യം കൊടുത്താൽ മതി. അപ്പോൾ ഈ യേശുവിനെ ഞങ്ങൾ എന്തോ ചെയ്യണം? അവനെ ക്രൂശിക്കാം എന്നല്ലെന്ന സ്വഭാവമാണ്. അപ്പോൾ യേശുവിൻ്റെ മരണം കൊണ്ട് ഒരു കുറ്റവാളിക്ക് നിത്യജാമ്യം ലഭിച്ചു എന്നുള്ളതാണ്. തന്നെയുമല്ല, ദുഷ്പ്രവൃത്തിക്കാരന് പറുദീസായിൽ വാസവും ലഭിച്ചു. അല്ലേ? കർത്താവിൻ്റെ ക്രൂശിൽ 2-ാം മൊഴി, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസായിലിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് യേശു കർത്താവിൻ്റെ ശാരീരിക മരണമേ ഉള്ളൂ. കർത്താവിൻ്റെ മരണം നിത്യമരണം അല്ലായിരുന്നു. അവൻ മരിച്ച സന്ദർഭം കർത്താവ് ഇട്ടിരിക്കുകയാണ്, പിതാവിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കുക. നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്തൊരു സത്യമാണത്. കാരണം കർത്താവ് പറയാണ്, നീ ഇന്ന് എൻ്റെ കൂടെ. അപ്പോൾ ഞാനെവിടെ? പറുദീസായിലാണ്. കർത്താവിൻ്റെ ശരീരം മാത്രം മരിക്കുന്നുള്ളൂ. കർത്താവിൻ്റെ ആത്മീക സാന്നിധ്യം തൻ്റെ പിതാവിനൊപ്പമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസായിലിരിക്കും എന്ന് പറഞ്ഞു. ഇന്ന്, ടുഡേ യു വിൽ ബി ഇൻ പാരഡൈസ് വിത്ത് മീ എന്ന് പറയുന്ന കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ മരണം മൂലം 2 അതിശയങ്ങളും 2 വിടുതലുമാണ് ലഭിക്കുന്നത്. ഒന്ന്, കുറ്റവാളിക്ക് നിത്യമായ ജാമ്യം, ദുഷ്പ്രവൃത്തിക്കാരന് പറുദീസവാസം ലഭിച്ചതായിട്ട് നമ്മൾ കാണുന്നു. ഇനി യേശുവിൻ്റെ പുനരുത്ഥാനം കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? നമുക്കറിയാം, യേശു കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ നമുക്കെന്താ ഗുണം? ഒന്ന് പറയുന്നത്, കർത്താവിൻ്റെ സ്ഥാപിച്ച ആ പെസഹായിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതാണ് നമുക്ക് കിട്ടുന്ന ഗുണമെന്ന് പറയുന്നത്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ
ഉയർത്തെഴുന്നേൽപ്പിക്കും. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് പുനരുത്ഥാനം സ്ഥിരപ്പെടുത്തി. അതാണ് കർത്താവിന് പുനരുത്ഥാനം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നന്മ എന്ന് പറയുന്നത്. തന്നെയുമല്ല, കർത്താവിൽ മരിക്കുന്നവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അറിയാമല്ലോ, നമ്മൾ വാക്യം കോട്ട് ചെയ്യാറുള്ളതാണ്. എനിക്ക് തോന്നുന്ന 1 തെസ്സലോനിക്കർ 4:16 വാക്യത്തിൽ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ, ഫസ്റ്റ് പ്രിഫറൻസ്, കർത്താവിൽ വിശ്വസിച്ച മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അതാണ് നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്. നമ്മുടെ പുനരുത്ഥാനം ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. വേറൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, കൈപ്പണിയല്ലാത്ത കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും പണിയാത്ത ഒരു വീട് നമുക്കായിട്ട് ഉണ്ട്. 2 കൊരിന്ത്യർ 5:1 വാക്യം, കൂടാരമായ നമ്മുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം സ്വർഗത്തിലുണ്ട് എന്ന് നാം അറിയുന്നു എന്നാണ് പറയുന്നത്. ഊഹമൊന്നുമല്ല, അറിയുന്നു. അതിൻ്റെ അവകാശികളാകുന്നു. കർത്താവ് തന്നെ പറഞ്ഞു, ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്ന യോഹന്നാൻ 14 ആദ്യ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലം, ഈ ഭൂമിയിലെ എഞ്ചിനീയർമാരോ കോൺട്രാക്ടർമാരോ പണിയാത്ത ഒരു സ്ഥലം, ഒരു ഭവനം നമുക്കുണ്ട്. അതിൻ്റെ അവകാശം നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനം മൂലം ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹമാണ് ഈ കൈപ്പണിയല്ലാത്ത നമ്മുടെ നിത്യമായ ഭവനം നമുക്ക് ലഭിക്കുന്നുള്ളത്. 2 കൊരിന്ത്യർ 5:1 യോഹന്നാൻ 14 ആദ്യ ഭാഗങ്ങൾ കാണുന്നുണ്ട്. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഓരോരുത്തരും പറയണം, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എനിക്കൊരു പുനരുത്ഥാനമുണ്ട്. അതെൻ്റെ വിശ്വാസമാണ്, അതെൻ്റെ പൂർണ്ണമായ പ്രത്യാശയാണ്. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഈ പുനരുത്ഥാന ദിവസം ഒരു നീണ്ട പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല, ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഒന്നാമത് പറഞ്ഞത്, കർത്താവിൻ്റെ പുനരുത്ഥാന ദിവസം സ്ത്രീകൾക്ക് കൊടുത്തതായ ആദ്യത്തെ സന്ദേശം, അവൻ ഇവിടെയില്ല, പിന്നെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ ക്രൂശ് മരണം മൂലം 2 പേർക്ക് മോചനമുണ്ടായി. ബറബാസ് കുറ്റവാളി, ഇന്ന് കുറ്റവാളികൾക്ക് മോചനം കർത്താവിൻ്റെ ക്രൂശിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സഭയൊക്കെയും ജയിലിലെ സുവിശേഷം വില ചെയ്യുന്നത് കൊണ്ട്, അവർ കുർബാനസ്വാതന്ത്ര്യം വരുത്താൻ വേണ്ടിയാണ്. സഭകൾ ജയിലിലെ സുവിശേഷം വില ചെയ്യുന്നുണ്ട്, ജയിൽപ്പുള്ളികളെ പോയി കാണുന്നുണ്ട്, കർത്താവിൻ്റെ സ്നേഹം പറയുന്നുണ്ട്. 2 ക്രൂശിക്കപ്പെടാൻ ഒരുക്കമായിരുന്ന ഒരു ദുഷ്പ്രവർത്തിക്കാരന് കഴുമരത്തിൽ നിന്നും ഇവിടെ പോയി പർദീസായിലേക്ക് ഉള്ളതായ സ്ഥാനം ഇരിപ്പുള്ള കർത്താവിന് ക്രൂശ് മരണം മൂലം. കർത്താവിൻ്റെ ഉയർപ്പ് മൂലം കർത്താവ് സ്ഥാപിച്ച പെസഹായിൽ പങ്കെടുക്കുന്നവർക്ക് ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്നു. അതാണ് മൂന്നാമത് ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് ഉയർപ്പ്, പുനരുത്ഥാനം ലഭിക്കുന്നുള്ളതാണ്. അവിടെ പല ഘടകങ്ങൾ ഞാൻ പറയുകയുണ്ടായി. എനിക്ക് പുനരുത്ഥാനമുണ്ട്. നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം. എൻ്റെ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. നമ്മുടെ ഈ ലോകത്തെ ജീവിതം അവസാനിക്കുന്നുണ്ട്. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്, അതെനിക്ക് ലഭിക്കും. അതിന് കർത്താവുള്ള വിശ്വാസവും പ്രത്യാശയും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പുനരുത്ഥാനം നൽകുന്ന വാഗ്ദാനങ്ങൾ നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. കാരണം കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും, ആരോടാ പറഞ്ഞേ, ആങ്ങളെ മരിച്ചു കിടക്കുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു പെങ്ങളുണ്ട്, മാർത്ത. അവൾ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആങ്ങള മരിക്കത്തില്ലായിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിച്ചോ? ജീവിച്ചു. ലാസറെ പുറത്തു വരിക, ലാസറിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് മരിച്ചാലും ജീവിക്കും. പിന്നെ പറയുന്നത്, ജീവിച്ചിരുന്ന് എന്നെ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. ഇതൊക്കെ നമുക്ക് നൽകുന്ന ദൈവികമായ വലിയ സത്യങ്ങളാണ്. അതുകൊണ്ട് ജീവിക്കും കാലം കർത്താവിന് വേണ്ടി വിശ്വസിച്ച് കർത്താവിൻ്റെ വഴിയെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് നിത്യമരണം ഉണ്ടാകുകയില്ല
നിത്യമരണം എന്താണെന്നൊക്കെ വെളിപാട് പുസ്തകം 21 പറയുന്നുണ്ട്. അത് രണ്ടാമത്തെ മരണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ മരണം ഉണ്ടാകത്തില്ല. ജീവിച്ചൊരു കർത്താവ് വിശ്വസിക്കാൻ മരണം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിൻ്റെ പുനരുത്ഥാന ദിവസം നമ്മുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാം. ഞാൻ ഒരു നാളിൽ ഉയർത്തും. ഞാൻ നമ്മൾ ഇവിടെ എന്നും ഇരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഈ മരണ വീട്ടിലൊക്കെ വായിക്കുന്നൊരു ഭാഗമുണ്ട്. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ ഉള്ള ഒരു ഭാഗമാണ്. നാം ഈ ആയുസ്സിൽ മാത്രം കർത്താവ് പ്രത്യാശ വെക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഈ ആയുസ് എന്ന് പറയുമ്പോൾ 80 വർഷം മാത്രം കർത്താവിനെ സേവിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രത്യാശിക്കുന്നുവെങ്കിൽ നമ്മളെല്ലാവരും അരിഷ്ടന്മാരാണ്. ഇതിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണം. എൻ്റെ ജീവിതം 80 വർഷം കൊണ്ട് തീരുന്നില്ല, ഇതിനപ്പുറം ഉണ്ട്, ഇതിന് പ്രത്യാശയിൽ ജീവിക്കണം. അതുകൊണ്ട് കർത്താവ് വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും ഉള്ള പ്രത്യാശ ഈ പുനരുത്ഥാന നാളിൽ നമ്മൾ പുതുക്കേണ്ടത് ആവശ്യമാണെന്നും ഓർപ്പിക്കാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ നാം ഭർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരോ. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരാൾക്ക് പ്രാർത്ഥിക്കാം.